ദേ ഒരു കാഴ്ച കാണിച്ചു തരാന്ന് പറഞ്ഞ് അമ്മ ഞങ്ങളെ പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണേ. ഒരു 1.5 വർഷം മാത്രം പാകമായ ഒരു വരിക്കപ്ലാവ്. അതില് ചക്ക കായ്ച്ചായിരുന്നു. അതും ഇത്ര വലിപ്പമുള്ള ഒരെണ്ണം മാത്രമല്ല, 2-3 ചക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കളയും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. വരിക്കപ്ലാവ് അല്ലേ. പിന്നെ ഞങ്ങൾ പറമ്പിലേക്ക് വന്നത് എന്നാത്തിനാണെന്നറിയാവോ? ഒരു മൂട് കപ്പ എടുക്കാനാ. ഇത് നല്ല മഞ്ഞ കപ്പയാണേ. ഈ മഞ്ഞ കപ്പ നല്ല വെണ്ണ പോലെ വേകും. ഇത് പുഴുങ്ങാനും കറി വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഈ മോരുമുളകാണ് കേട്ടോ. ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് വെച്ച് ചമ്മന്തി അരയ്ക്കുന്നതും ഈ ഉള്ളിയും മുളകും കൂടെ തല്ലുന്നതും തൈര് ഒഴിക്കുന്നതും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ പറമ്പിൽ നിന്ന് വന്നപ്പോൾ ഒരു കപ്പക്കയും കൂടെ കൊണ്ടുവന്നു കേട്ടോ. നല്ല പഴുത്ത കപ്പക്കയായിരുന്നു. ഇത് വരിക്കപ്ലാവാണ്. കണ്ടോ, ഒളിച്ചും പാത്തും പതുങ്ങിയും തിങ്ങിയും ഞെരുങ്ങിയും ഒക്കെ ഒരുപാട് ചക്കയുണ്ട് കേട്ടോ. ഇതൊരു 3 വർഷം ആയതേ ഉള്ളൂ കായ്ക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഒത്തിരി ചക്ക വരുമായിരുന്നു. വേറൊരു പ്ലാവിലും ഇപ്രാവശ്യം ഒരുപാട് ചക്ക വന്നിട്ടുണ്ടായിരുന്നേ. ഇതെന്നാന്നറിയാവോ? അവക്കാഡോവാ. എൻ്റെ നാത്തു വെച്ചതാണ് കേട്ടോ. ആകാശം മുട്ട വളർന്ന ഒരു മരമായിട്ടുണ്ട് ഇപ്പോൾ. അതിൽ ഒരുപാട് പൂവും കായും ഒക്കെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അത് പൂത്തത് കേട്ടോ. പക്ഷെ ഒരെണ്ണം പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. തേങ്ങയും ചക്കയും മാങ്ങയും ഇതുപോലെയുള്ള ഫ്രൂട്ട്സും ഒക്കെ അവർ കൊണ്ടുപോകും. ഒരെണ്ണമെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇതുപോലെയാണ് ഇവിടെ പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. നമ്മുടെ ചാലയിൽ നിന്നൊക്കെ സിറ്റിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല റേറ്റിന് അവിടെ നിന്ന് മേടിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പയറിന് 10 രൂപയുള്ളൂ. പറഞ്ഞാൽ വിശ്വസിക്കും. അമ്മ എനിക്ക് വേണ്ടിയിട്ട് പോയി മേടിച്ചതാണേ. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ പൊതിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, അത് കാരണം വൈകിട്ട് ഞങ്ങളൊരു തല മേടിക്കാന്ന് വിചാരിച്ചു. പാളയത്തെ കണ്ണിമാറ മാർക്കറ്റിലേക്ക് വന്നു. ഇത്രയും വലിയൊരു തല വാങ്ങിയിട്ടുണ്ട്. ഇതൊരു വലിയ കവർ നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫുൾ കംപ്ലീറ്റ് ബോക്സിലുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ആവശ്യത്തിന് കുറച്ചായിട്ടല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു ഫുള്ള് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതിയെന്ന്. ഞാൻ 3 പാത്രത്തിലാക്കിയാണ് വെച്ചത്. കാരണം നമ്മുടെ ആവശ്യത്തിന് ഒരെണ്ണം എടുത്തത് ഫുള്ള് വെള്ളം പോയി ഐസ് മാറിയാലല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിംഗ്.